ബ്രോ നല്ലൊരു ഹെഡ്സെറ്റ് പറഞ്ഞു തരാമോ? നിങ്ങൾക്കൊരു ഹെഡ്സെറ്റ് വേണമെങ്കിൽ ഇത് നോക്കാവുന്നതാണ്. ഇതാണ് ബോട്രോക്കസ് ഫൈറ്റർ ANC. ഇതൊരു ANC ഉള്ള മോഡലാണ്. ഹെഡ്സെറ്റിലേക്ക് വരാം. നമുക്ക് ഫസ്റ്റ് തന്നെ ബോക്സിലേക്ക് പോകാം. ബോക്സിൽ കുറേ കാര്യങ്ങൾ ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കാവുന്നതാണ്. പിന്നെ ഇതിൽ ENC എന്ന് പറയുന്ന ടെക്നോളജി ഉണ്ട്. അത് കാരണം മൈക്കിന് നോയിസ് ക്യാൻസലേഷൻ വരുന്നുണ്ട്. ഇനി ഇതിനകത്ത് വരുന്ന ബുക്കും പേപ്പർ നോക്കാം. അതിനകത്താണെങ്കിൽ ഫസ്റ്റ് തന്നെ സ്മാർട്ട് ഗൈഡാണ് വരുന്നത്. ഇതിനകത്ത് ഹെഡ്സെറ്റിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. പിന്നെ വരുന്നത് ബോട്ട് ഹിയറബിൾസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ ഒരു QR കോഡ് സ്കാനറാണ്. നിങ്ങൾക്ക് ഇത് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബോട്ട് റോക്കേഴ്സിൻ്റെ ഹിയറബിൾസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അത് ഡൗൺലോഡ് ചെയ്താലേ നിങ്ങൾക്ക് ഇത് ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വരുന്ന ഒരു Q&A ഉള്ള സാധനമാണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇച്ചിരി ക്വസ്റ്റ്യൻ ആൻഡ് അതിൻ്റെ ആൻസേഴ്സ് ഇത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഇത് വായിച്ച് നോക്കാവുന്നതാണ്. പിന്നെ വരുന്നത് ബോട്ടിൻ്റെ ഒരു സ്റ്റിക്കറാണ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെറിയൊരു സ്റ്റിക്കർ. പിന്നെ വരുന്നത് ഹെഡ്ഫോൺ ക്യാരിയിങ് കേസാണ്. നല്ല ബെസ്റ്റ് ക്വാളിറ്റി ഒരു ക്യാരിയിങ് കേസാണ്. നല്ല ബോട്ടെന്നൊക്കെ എഴുതിയിട്ടുള്ള നല്ലൊരു ക്യാരിയിങ് കേസ് തന്നെയാണ് വരുന്നത്. പിന്നെ വരുന്നത് ഇതിൻ്റെ കേബിൾസാണ്. കേബിൾസ് ടൈപ്പ് C ആണ്, ബ്രേഡറൊന്നുമല്ല. പിന്നെ 3.5 mm ജാക്കുണ്ട്. ചാർജ് തീർന്നു പോയാൽ നിങ്ങൾക്ക് ഇത് വെച്ച് പാട്ട് ആസ്വദിക്കാം. ഇതും ബ്രേഡഡൊന്നുമല്ല, നോർമൽ ക്വാളിറ്റി ഒരു കേബിൾ തന്നെയാണ്. ഹെഡ്സെറ്റിലേക്ക് വരുവാണെങ്കിൽ നല്ല ബെസ്റ്റ് ക്വാളിറ്റി ഒരു ബിൽഡാണ് ഇത് കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ആ ഇയർ കപ്സ് കൊള്ളാം. നല്ല സ്മൂത്ത് ആയിട്ടുള്ള കപ്സാണ്. നല്ലൊരു കംഫർട്ട് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ മാറിപ്പോകാതിരിക്കാനായിട്ട് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് എന്ന് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് കാരണം നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും. ഫ്രണ്ടിലായിട്ട് ബോട്ടിൻ്റെ ഒരു ലോഗോ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റും. അതായത് അകത്തോട്ട് തിരിക്കാം, പുറത്തോട്ട് തിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതിൻ്റെ മണ്ടഭാഗത്തും ഇതുപോലെ തന്നെ കുഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഹെഡ് സപ്പോർട്ട് ചെയ്യാനായിട്ട് നല്ല കുഷൻസ് തന്നെയാണ് വന്നേക്കുന്നത്. പിന്നെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേനും അവിടെ സ്റ്റീലിൻ്റെ ഒരു മെറ്റൽ ഭാഗം കൊടുത്തിട്ടുണ്ട്. അത് കാരണം ഇത് വേഗം പൊട്ടിപ്പോകുന്നുള്ള പേടി വേണ്ട. പിന്നെ ബട്ടൺസിലേക്ക് വരുവാണെങ്കിൽ ഹെഡ്ഫോൺ ജാക്കുണ്ട്. അത് കഴിഞ്ഞാൽ വോളിയം കൂട്ടാനും കുറയ്ക്കാനും പവർ ഓൺ സ്വിച്ചും ഉണ്ട്. LED ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ വരുവാണെങ്കിൽ അവിടെ ANCയുടെ ബട്ടൺ ഉണ്ട്. ANCനെ കുറിച്ച് ഞാൻ പറയാം. ANC ഇൻഡിക്കേറ്റർ ലൈറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചാർജിങ് പോർട്ടും 2 മൈക്കാണ്. ഒന്ന് ലെഫ്റ്റിലും ഒന്ന് റൈറ്റിലും വരുന്നുണ്ട്. ഇത് രണ്ടും ENC ടെക്നോളജി ഉള്ള കാരണം നല്ലൊരു മൈക്ക് തന്നെയാണ്. അത്യാവശ്യം ഡ്യൂറബിലിറ്റി ഉള്ള സാധനമാണ്. വളച്ചാലും ഒന്നും ഇതുവരെയായിട്ടും കുഴപ്പമില്ല. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ട് നല്ലൊരു സാധനം തന്നെയാണ്. ANCനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് 3 തരത്തിലുള്ള മോഡാണ് വരുന്നത്. ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ, പാസീവ് നോയിസ് ക്യാൻസലേഷൻ, ആംബിയൻറ്റ് സൗണ്ട്. ഫസ്റ്റത്തെ മോഡ് പാസീവ് നോയിസ് ക്യാൻസലേഷൻ. ഇത് വെക്കുമ്പോൾ തന്നെ നമുക്കൊരു നോയിസ് ക്യാൻസലേഷൻ എഫക്റ്റ് വരും. പക്ഷേ മൊത്തത്തിലൊരു നോയിസ് ക്യാൻസലേഷൻ വരുകയില്ല. അടുത്ത് കഴിഞ്ഞ് വരുന്നത് ആംബിയൻറ്റ് സൗണ്ട് എന്ന് വെച്ചാൽ പുറത്തുള്ള സൗണ്ട് ഇതിൻ്റെ മൈക്കിൽ കൂടെ നമുക്ക് ഇച്ചിരി കൂടെ ആംപ്ലിഫൈ ചെയ്ത് കേൾക്കും. അത് നല്ലൊരു സാധനം തന്നെയാണ്. അത് കഴിഞ്ഞ് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ. ഇതിനകത്ത് വരുന്നത് 40 dB ഹൈബ്രിഡ് ANC ആണ് വരുന്നത്. നല്ലൊരു ANC തന്നെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് നോയിസ് ക്യാൻസലേഷൻ ആവുന്നുണ്ട്.